എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് അവരുടെ നിയമങ്ങൾക്ക് അനുസൃതമല്ലെങ്കിൽ അവരത് ഈസിയായി എടുത്തു മാറ്റും. ഇതിനെ ക്യാൻസൽ കൾച്ചർ എന്നാണ് പ്രമുഖർ പറയുന്നത്. പ്രമുഖർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ലോകൈക കോടീശ്വരൻ ഇലോൺ മസ്കും പോലുള്ള വലിയ വലിയ പ്രമുഖന്മാർ. സ്വതന്ത്രമായ അഭിപ്രായങ്ങളെ ഈ പ്ലാറ്റ്ഫോമുകൾ ക്യാൻസൽ ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇലോൺ മസ്ക് കാശുള്ള ആളായതുകൊണ്ട് സ്വന്തമായി ഒരു പ്ലാറ്റ്ഫോം വാങ്ങി, അതിൻ്റെ പേര് എക്സ്. ട്രംപ് അദ്ദേഹത്തിന് പ്രശസ്തിയും പേരുമുള്ളതിനാൽ സ്വന്തമായ ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹം തുടങ്ങി, അതിൻ്റെ പേര് ട്രൂത്ത് സോഷ്യൽ. അവിടെ നിന്ന് ഒരു നിയന്ത്രണവുമില്ല, ആർക്കും ഏത് പോസ്റ്റും ഇടാം എന്നാണ് പറയുന്നത്. അവിടെ ക്യാൻസൽ കൾച്ചർ ഇല്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ട്രൂത്തിൻ്റെ പ്രധാന ക്രൂസൈഡറായ അദ്ദേഹത്തിൻ്റെ വലങ്കൈയായ ചാർലി കിർക്ക് വെടിയേറ്റ് മരിക്കുന്നത്. വലിയ ഒച്ചപ്പാടായി, ബഹളങ്ങളായി, പ്രതിഷേധങ്ങളായി. ട്രംപിനെയും കിർക്കിനെയും എതിർക്കുന്ന ഒബാമ പോലും കിർക്കിൻ്റെ വധത്തെ അപലപിച്ചു. ഫ്രീ സ്പീച്ചിന് അനുകൂലമായി അദ്ദേഹം വീണ്ടും വീണ്ടും മുന്നോട്ട് വന്നു. ഈ സമയം അമേരിക്കയിലെ പ്രമുഖ സിനിമാ താരം ജിമ്മി കിമ്മൽ ABC എന്ന ടെലിവിഷനിൽ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടെലിവിഷനാണ് കേട്ടോ, അതിലൊരു ടോക്ക് ഷോ നടത്തി വരുന്നുണ്ട്. അതിൽ പുള്ളി ചാർലി കിർക്കിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അതോടെ ട്രംപ് കോപിഷ്ഠനായി. പുള്ളി സമ്മർദ്ദം ചെയ്ത് ആ ടോക്ക് ഷോ, ആ ചാനലിനെ കൊണ്ട് നിർത്തിവെപ്പിച്ചു. അതായത് ക്യാൻസൽ ചെയ്യിച്ചു. ക്യാൻസൽ കൾച്ചറിനെതിരെ വർഷങ്ങളായി സംസാരിക്കുകയും അതിനായി ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുകയും ചെയ്ത ട്രംപ് തന്നെ ക്യാൻസലിംഗ് തുടങ്ങി. അപ്പോൾ പഴയ പ്രസിഡൻ്റായ ഒബാമ ഫേസ്ബുക്കിൽ ഇങ്ങനെ വളരെ വ്യക്തമായി എഴുതി, ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് കംപ്ലൈനിങ് അബൌട്ട് ക്യാൻസൽ കൾച്ചർ, ദി കറൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടേക്കൺ ഇൻ ടു ന്യൂ ആൻഡ് ഡേഞ്ചറസ് ലെവൽ. അതായത് വർഷങ്ങളോളം ക്യാൻസൽ കൾച്ചർ ഉണ്ട് എന്ന് പരാതിപ്പെട്ടുകൊണ്ടിരുന്ന ട്രംപ്, അല്ലെങ്കിൽ ഇവിടുത്തെ നിലവിലെ ഭരണകൂടം, ഇപ്പോൾ ആ കൾച്ചറിനെ തന്നെ ഏറ്റെടുത്ത് ഒരു അപകടകരമായ തലത്തിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു എന്ന്. ഇനി നമുക്ക് ചാർലി കിർക്കിൻ്റെ കൊലയിലേക്ക് വരാം. അപ്പോഴാണ് നമുക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ചാർലി കിർക്കിന് വെടിയേറ്റത് സെപ്റ്റംബർ 10-നാണ്. ദബോൽക്കറും കൽബുർഗിയും ഗൗരി ലങ്കേഷൊക്കെ മരിച്ച പോലെ കിർക്കും വെടിയേറ്റ് മരിച്ചു. ആരൊക്കെയോ ബൈക്കിൽ വരുന്നു, വെടിവെക്കുന്നു, കൊല്ലുന്നു, പോകുന്നു. എന്നാൽ ഇവിടെ ആക്രമി ബൈക്കിലല്ല വന്നത്, ഒളിഞ്ഞിരുന്ന് വെടിവെച്ച് അയാൾ രക്ഷപ്പെട്ടു. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ പിടികൂടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാഥുറാം ഗോഡ്സെയെ പോലുള്ള ഒരുത്തൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഒരു കൂസലുമില്ലാത്ത അക്രമി, പേര് ടൈലർ റോബിൻസൺ, 22 വയസ്സ്. കൊല്ലപ്പെട്ട ചാർലി കിർക്ക് എന്ന ഇര നമ്മുടെ ദബോൽക്കറെ പോലെയോ ഗൗരിയെ പോലെയോ കൽബുർഗിയെ പോലെയോ ആയിരുന്നില്ല. അയാളുടെ ആശയങ്ങൾ ബഹുവിചിത്രങ്ങളായിരുന്നു. ദബോൽക്കറുടെയും കൽബുർഗിയുടെയും എതിർപക്ഷത്ത് നിർത്താവുന്ന വിചിത്രങ്ങളായ ആശയങ്ങളാണ് അദ്ദേഹം കൊണ്ട് നടന്നിരുന്നത്. ഇവർ തമ്മിലുള്ളൊരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് കാലൻ വെടിയുണ്ട രൂപത്തിൽ വന്ന് അവരുടെ ജീവൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അമേരിക്കയിലേക്ക് വരുന്ന ഇന്ത്യക്കാരെ പറ്റിയുള്ള ചാർലി കിർക്കിൻ്റെ അഭിപ്രായം കേട്ടാൽ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലേക്കുള്ള ഒരു ആമുഖം കിട്ടും. ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് അമേരിക്ക ഇനിയും കൂടുതൽ വിസകൾ നൽകേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ നിന്നുള്ള നിയമപരമായ കുടിയേറ്റം പോലെ അമേരിക്കൻ തൊഴിലാളികളെ സ്ഥാനഭ്രഷ്ടരാക്കിയ മറ്റൊന്നില്ല. നമുക്ക് മതിയായി. നമ്മുടെ രാജ്യം അവരെ കൊണ്ട് നിറഞ്ഞു, അതായത് ഇന്ത്യക്കാരെ കൊണ്ട് നിറഞ്ഞു. നമുക്ക് ഇനിയെങ്കിലും നമ്മുടെ സ്വന്തം ആളുകൾക്ക് മുൻഗണന നൽകണം. അപ്പോൾ നമുക്ക് ഏകദേശം അദ്ദേഹത്തിൻ്റെ പിടികിട്ടി കഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അമേരിക്കയിൽ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും തോക്ക് കൊണ്ട് നടക്കാം. അതിന് ലൈസൻസ് ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ വെടിയേറ്റുള്ള മരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. 16,000 പേരാണ് കഴിഞ്ഞ വർഷം വെടിയേറ്റ് മരിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അതിൻ്റെ എന്താണ് അവിടെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമെന്ന് നമുക്ക് മനസ്സിലാവും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പത്രക്കാരൻ നമ്മുടെ കിർക്കിനോട് ചോദിച്ചു, തോക്കിന് ലൈസൻസ് ഏർപ്പെടുത്തുന്നതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? പുള്ളി പറഞ്ഞത്, തോക്ക് മൂലമുണ്ടാകുന്ന മരണങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. വർത്ത് ഇറ്റ്, അത് കൃത്യമായും വിലയുള്ളൊരു കാര്യമാണ്. വർത്ത് ഇറ്റ് എന്നൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ചാർലി കിർക്കിൻ്റെ ആ അഭിപ്രായം അറം പറ്റിയെന്ന് ഇന്ത്യക്കാർ പറയും. തോക്ക് അദ്ദേഹത്തിൻ്റെ ജീവനും എടുത്തു. തോക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല പ്രധാന കാര്യങ്ങളിലും പിന്തിരിപ്പൻ എന്ന് കരുതാവുന്ന നിലപാടുകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നമുക്കതൊന്ന് 1-2 2-3 എണ്ണം നമുക്ക് പറഞ്ഞിട്ട് പോകാം. ഉദാഹരണത്തിന് ഈ ഡയലോഗ് ഒന്ന് നോക്കുക. കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾക്ക് തലച്ചോറില്ലാത്തത് കൊണ്ടാണ് അവർ കാര്യങ്ങൾ ഗൗരവമായി എടുക്കാത്തത്. മാത്രമല്ല, കറുത്തവർക്ക് കൊടുക്കുന്ന സംവരണത്തെയും അദ്ദേഹം കളിയാക്കി. കഴിഞ്ഞ വർഷം ഒരു പോഡ്കാസ്റ്റിൽ കിർക്ക് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, ഐ ആം സോറി ഇഫ് ഐ സീ എ ബ്ലാക്ക് പൈലറ്റ്, ഐ ആം ഗോയിങ് ടു ബി ലൈക്ക് ബോയ് ഐ ഹോപ്പ്
ഹി ഈസ് ക്വാളിഫൈഡ്. സാധാരണഗതിയിൽ ഒരാളുടെ കഴിവ് അയാളുടെ നിറത്തെ അടിസ്ഥാനമാക്കി നമ്മൾ അളക്കേണ്ടതില്ല. എന്നിട്ടും വിമാനം ഓടിക്കുന്ന ഒരു കറുത്ത പൈലറ്റിനെ കണ്ടാൽ അവനതൊക്കെ പറ്റുമോ എന്ന് കിർക്ക് സംശയിക്കുമത്രേ. ഇതുപോലെ കറുത്ത വർഗ്ഗക്കാർക്ക് തുല്യ അവകാശം കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നും കിർക്ക് വാദിച്ചിരുന്നു. ഇതിനൊക്കെ കാരണമായത് അവിടെ ഒരു സിവിൽ റൈറ്റ് ആക്റ്റാണ്. അതൊന്നും നടപ്പാക്കാൻ പാടില്ലായിരുന്നു. ഹ്യൂജ് മിസ്റ്റേക്ക്. വി മെയ്ഡ് എ ഹ്യൂജ് മിസ്റ്റേക്ക് വെൻ വി പാസ്ഡ് ദി സിവിൽ റൈറ്റ് ആക്ട് ഇൻ 1960. 1965 അമേരിക്കയിലെ സിവിൽ റൈറ്റ്സ് ആക്ട് നടപ്പായി. അപ്പോഴാണ് അവിടുത്തെ അതുവരെ നിലനിന്നിരുന്ന വംശം, മതം, നിറം, ലിംഗഭേദം, ജന്മസ്ഥലം അങ്ങനെയൊക്കെയുള്ള വിവേചനങ്ങൾ നിയമവിരുദ്ധമായത് ഈ 1965 വരെയാണ്. ഇന്ത്യയിൽ നമുക്ക് നിയമം മൂലം 1950 തന്നെ ഈ വിവേചനങ്ങളെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ നമുക്ക് നിരോധിക്കാൻ കഴിഞ്ഞിരുന്നു. ഇവർക്ക് 15 വർഷം കൂടി വേണ്ടി വന്നു. നമ്മൾ വേറൊരു കാര്യം കൂടിയും കമ്പയർ ചെയ്യണം. അമേരിക്കയിൽ ഡെമോക്രസി തുടങ്ങുന്നത് 1776 ഇന്ത്യയിലോ 1950. ഇനി അദ്ദേഹത്തിൻ്റെ ഈ പ്രക്ഷോഭം നയിച്ച, അതായത് വിവേചനങ്ങൾക്കെതിരായി പ്രക്ഷോഭം നയിച്ച മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറെ പറ്റിയുള്ള അഭിപ്രായവും കേൾക്കാം. അദ്ദേഹത്തിൻ്റെ പ്രയോഗിച്ച വാക്ക് ഓഫുൾ. അയാൾ നല്ലവനായിരുന്നില്ല എന്നൊക്കെയായിരുന്നു. ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഇന്ത്യയിൽ ദളിതർക്കും പിന്നോക്കക്കാർക്കും വോട്ട് കൊടുക്കരുത്, പിന്നെ അതുപോലെ തന്നെ അതായത് വോട്ടവകാശം കൊടുക്കരുത്, അതുപോലെ അംബേദ്കറും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ പരമാബദ്ധങ്ങളായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരാളെ നമ്മൾ ഇന്ത്യയിൽ സങ്കല്പിക്കുക. അതായിരുന്നു ചാർലി കിർക്ക്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പിന്തിരിപ്പനായ ഒരു രാഷ്ട്രീയക്കാരൻ പോലും ദളിത് സ്ത്രീ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്താൻ ലേശമൊന്നും മടിക്കും. ചെയ്തു കഴിഞ്ഞാൽ അയാൾ പിറ്റേ ദിവസം തന്നെ മാപ്പ് പറയുകയും ചെയ്യും. അതിൻ്റെ കാരണം ഇവിടുത്തെ ഡെമോഗ്രഫിയാണ്, ജനസംഖ്യ. ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്നത് പിന്നോക്കക്കാരും ദളിതരുമാണ്. അവരെ വെറുപ്പിച്ചാൽ ഉന്നത കുലജാതർക്ക് അധികാര കസേരയിൽ ഇരിക്കാൻ കഴിയില്ല. എന്നാൽ അമേരിക്കയിൽ കറുത്തവർ ഒരു 14% ഉള്ളൂ. അപ്പോൾ വെളുത്തവരെ സൂചിപ്പിക്കുക, അതിനായി ഹെയ്റ്റ് സ്പീച്ചുകൾ നടത്തുക, അതിലൂടെ വെള്ളക്കാരുടെ വോട്ടുകൾ പരമാവധി സമ്പാദിക്കുക. അതായിരുന്നു ചാർലി കിർക്ക് ട്രംപിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ മറ്റൊരു രസകരമായ വസ്തുത കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ മാർട്ടിൻ ലൂതർ ജൂനിയറും ഈ ചാൾസ് കിർക്കും തങ്ങളുടെ ആശയ പ്രചരണങ്ങൾക്ക് അടിസ്ഥാനമാക്കിയത് ക്രിസ്ത്യൻ പ്രമാണങ്ങളായിരുന്നു, ബൈബിളായിരുന്നു. ഒരു ബൈബിൾ വെച്ച് തന്നെയാണ് രണ്ടുപേരും രണ്ട് രീതിയിൽ പ്രവർത്തിച്ചിരുന്നത്. ലൂതറെ സംബന്ധിച്ചിടത്തോളം, അതായത് മാർട്ടിൻ കിങ് ലൂതറെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സാധനം ഉൾക്കൊള്ളുന്നത് സ്നേഹമാണ്, നീതിയാണ്, സമത്വമാണ്, അതിൻ്റെ സന്ദേശങ്ങളാണ്. യേശുവിൻ്റെ ലവ് യുവർ എനിമി എന്ന ആശയമാണ് അദ്ദേഹത്തിൻ്റെ അഹിംസയിലൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രക്ഷോഭം നടന്നിരുന്നത്. ഗാന്ധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മീയ നേതാവ്. സാമൂഹിക നീതി, വംശീയ സമത്വം, ദരിദ്രർക്കുള്ള കാരുണ്യം എന്നിവയാണ് ക്രിസ്ത്യാനിറ്റിയുടെ യഥാർത്ഥ ആത്മാവ് എന്ന് ഈ ലൂതർ കരുതി. നമ്മൾ അന്നായി കിർക്ക് ഇപ്പറഞ്ഞ മൂല്യങ്ങളൊന്നും ബൈബിളിൽ കണ്ടില്ല. ഇങ്ങനെയുള്ള മൂല്യങ്ങളെല്ലാം ബൈബിളിൽ കണ്ട ക്രിസ്ത്യൻ പുരോഹിതന്മാരെ അദ്ദേഹത്തിന് ബഹുമാനമേ ഉണ്ടായിരുന്നില്ല. ഒരർത്ഥത്തിൽ അമേരിക്കയിലാണ് ആദ്യമായി അവിടെ പ്രവർത്തിച്ചിരുന്ന കോക്കർ പുരോഹിതന്മാർക്കാണ് അടിമത്തം പാപമാണ് എന്ന് ലോകത്തിലാദ്യമായി തോന്നുന്നത്. അവരെ പറ്റി പോലും കിർക്കിന് നല്ല അഭിപ്രായമല്ല. കിർക്ക് ഇതേ ബൈബിൾ ഉപയോഗിച്ച് തന്നെ അത്തരം ആശയങ്ങളെ എതിർത്തു. നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാൽ ഭഗവത്ഗീത ഉപയോഗിച്ച് എങ്ങനെ ജാതി വ്യവസ്ഥ നടപ്പാക്കാം എന്ന് ചിന്തിച്ചിരുന്ന ഒരു പഴയകാല ബ്രാഹ്മണനെ പോലെ ബൈബിൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വർണ്ണവിവേചനം പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം ആലോചിച്ചു കൊണ്ടിരുന്നു. മാത്രമല്ല, പൗരാണികമായ ക്രിസ്ത്യൻ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് പുതിയ തലമുറയെ തൻ്റെ ഒരു സംഘടന ഉണ്ടാക്കി അതിലേക്ക് അദ്ദേഹം ആകർഷിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് ടേണിംഗ് പോയിൻ്റ് എന്നാണ്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. മതം പുള്ളിയുടെ വ്യക്തിപരമായ ആത്മീയമായ വിളിയായിരുന്നില്ല, മറിച്ച് അതായതൊരു ആത്മാവിൻ്റെ വിളി എന്ന് പറയില്ലേ, അതല്ല അദ്ദേഹത്തിന് മതം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക നിലപാടുകൾക്ക് പിന്തുണ നൽകുന്ന വെറുമൊരു ടൂൾ മാത്രം ആയിരുന്നു. ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണല്ലോ മുസ്ലിം ഭയം. മുസ്ലിം ഭയം എന്ന് പറയുമ്പോൾ ഇരട്ട ടവർ തകർത്ത ലാദൻ സ്റ്റൈൽ പ്ലെയിൻ ആക്രമണം, അത് പാർക്കായാലും ഭയമുണ്ടാവും. ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് കാട്ടിക്കൂട്ടിയ തമ്മാടിത്തം, അതിലും എല്ലാവർക്കും ഭയമുണ്ടാവും. ഇതിൻ്റെ പേരിലാണ് കിർക്കിന് മുസ്ലിം ഭയം എങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നു. പക്ഷേ അതല്ല.
മുസ്ലിങ്ങൾ ജനസംഖ്യാപരമായ കുടിയേറ്റത്തിലൂടെ യൂറോപ്പിനെ കീഴടക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു. കുറേ കഴിയുമ്പോൾ ക്രിസ്ത്യാനികളെ പിന്തള്ളി മുസ്ലിങ്ങളായിരിക്കും അമേരിക്കയിൽ വരെ ഭൂരിപക്ഷം എന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് കേൾക്കുന്നവർക്ക് ആർക്കും തോന്നാം അത് ശരിയുമാണ്. പക്ഷേ എന്നാലും വീണ്ടും വീണ്ടും കേൾപ്പിച്ചാൽ അവരിലൊരു സംശയം ഉണ്ടായെങ്കിലോ എന്ന് കരുതി വീണ്ടും വീണ്ടും പറയുക. അതിലൂടെ തന്നെത്താൻ ഭയപ്പെടുത്തുക, മറ്റുള്ളവരെയും ഭയപ്പെടുത്തുക, ഭയപ്പെട്ടവരെ തങ്ങളുടെ ആശ്രിതരാക്കുക. സത്യത്തിൽ ഇത്തരം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഇസ്ലാം തീവ്രവാദത്തിന് ഇന്ധനമായാണ് മാറുന്നത്. തെറ്റായ ഡാറ്റ ശരിയായ ഒന്നിലേക്ക് നയിക്കില്ല. ആകെ ജയിക്കാൻ പറ്റുക ഇലക്ഷൻ മാത്രമാണ്. കിർക്ക് മൂലം ട്രംപ് ജയിച്ചു. ട്രാൻസ്ജെൻഡറുകളെ ഈ കിർക്ക് വെറുതെ വിട്ടില്ല. ആകെ കുറച്ച് ആളുകളുള്ളൂ, പക്ഷെ അവരും വെറുതെ വിട്ടില്ല. ദൈവത്തിന് അറപ്പുള്ള വർഗം എന്ന് അവർ വിശേഷിപ്പിച്ചു. അറാം പിറപ്പ് എന്ന് പറയുമല്ലോ, അബോമിനേഷൻ ഓഫ് ഗോഡ്. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർമാരെങ്ങനെ പറഞ്ഞ നിലയ്ക്ക് ഫെമിനിസ്റ്റുകളെ ഇൻവെർട്ടഡ് കോമ അവരെ പറ്റി എന്തായിരിക്കും കിർക്കിൻ്റെ നിലപാട്? പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും നമ്മളൊരു വഴിക്ക് പോവുകയായതുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ട് പോവാം. അമേരിക്കയിൽ ഏറെ പ്രശസ്തിയായ ഒരു നടി, ഗാനരചയിതാവ്, ഗായികയുമായ ടൈലർ സ്വിഫ്റ്റ് അവരോട് കിർക്ക് പറഞ്ഞ വാചകമാണ് റിജക്റ്റ് ഫെമിനിസം, സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ്, യു ആർ നോട്ട് ഇൻ ചാർജ്. ഫെമിനിസത്തെ തള്ളിക്കളയുക, ഭർത്താവിന് കീഴ്പ്പെടുക, ഇവിടെ ഒന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതൊക്കെ പറയുന്നത് ഒന്നോ രണ്ടോ ആളുകളുടെ മുന്നിൽ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റുഡിയോയ്ക്കകത്തിരുന്നല്ല, സ്വന്തം യൂട്യൂബ് ചാനലുമല്ല, വൻ ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ്. പുള്ളി സ്ഥാപിച്ച ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടനയിൽ തന്നെ 2.5 ലക്ഷം എലൈറ്റ് ക്ലാസ് പിള്ളേരുണ്ട്. അവരാണ് കിർക്കിൻ്റെ സ്ട്രെങ്ത്. അതുപയോഗിച്ചാണ് ട്രംപിനെ കഴിഞ്ഞ ഇലക്ഷനിൽ ജയിപ്പിക്കാൻ പുള്ളി ക്യാമ്പയിൻ ചെയ്തത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ആ മുദ്രാവാക്യത്തെ പ്രസിദ്ധപ്പെടുത്തിയത് പോലും ഈ കിർക്കാണ്, ഈ പിള്ളേരും വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ സംവാദങ്ങൾ ഏറെ പ്രസിദ്ധങ്ങളാണ്. ഇതുപോലെ വഴിയിൽ കാണുന്നവരെ മുഴുവൻ അദ്ദേഹം സംവാദത്തിന് വിളിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ. മേൽപ്പറഞ്ഞ നമ്മൾ ഇതുവരെ സൂചിപ്പിച്ച മാനവിക വിരുദ്ധ ആശയങ്ങൾ വെച്ച് ഇദ്ദേഹവുമായി സംവാദം ചെയ്താൽ എന്തായാലും എതിർ സംവാദകൻ ജയിക്കേണ്ടതാണ്. എന്നിട്ടും എല്ലാ സംവാദങ്ങളിലും ഇദ്ദേഹം തന്നെ എല്ലായ്പ്പോഴും ജയിച്ചിരുന്നു. അതാണ് ഈ സംവാദത്തിൻ്റെ ഹൈലൈറ്റ്. ഈ സംവാദത്തിൻ്റെ ടൈറ്റിൽ തന്നെ രസകരമാണ്, പ്രൂവ് മീ റോങ്. 31 വയസ്സിൽ തന്നെ ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിച്ച് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ മനുഷ്യൻ്റെ ഏറ്റവും പ്രശസ്തരും വിശ്വസ്തനുമായ ഒരാളായി മാറിയ അതിൻ്റെ ഒരു അഹങ്കാരമാണ് ഈ കിർക്കിൻ്റെ ഡയലോഗുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അഹങ്കാരത്തിൻ്റെ ഭീകരത പുള്ളി ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചത് മനുഷ്യരുടെ വൈകാരികമായ വിഷയങ്ങളിലാണ്. ഈ എമ്പതിയെപ്പറ്റി അദ്ദേഹം പറയുന്നത് കേൾക്കുന്നത് ഭയങ്കര അത്ഭുതകരമാണ്. സഹാനുഭൂതി എന്നതാണല്ലോ നമ്മൾ പറയുക. ഈ സഹാനുഭൂതി എന്നത് ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്ന ഈ അടുത്ത കാലത്തുണ്ടായ ഒരു കെട്ടിച്ചമച്ച പദമാണെന്നാണ് പുള്ളി കിർക്ക് പറഞ്ഞത്. എമ്പതി ഈസ് മെയ്ഡ് അപ്പ് ന്യൂ ഏജ് ടേം ദാറ്റ് ഡസ് എ ലോട്ട് ഓഫ് ഡാമേജ്. എന്താണ് ഈ കിർക്ക് പറഞ്ഞ ഈ എമ്പതി ശാസ്ത്രീയമായിട്ട്? മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുകയും അവരുമായി വൈകാരികമായി ബന്ധപ്പെടാനുമുള്ള മനുഷ്യരുടെ കഴിവാണത്. മിറർ ന്യൂറോണുകൾ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ ബയോളജിക്കലായി ഉള്ള ഒരു സംഭവമാണത്. എന്നാൽ കിർക്കിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരുപാട് ദോഷങ്ങൾ വരുത്തുന്ന ഈ അടുത്ത കാലത്തുണ്ടായ ഒരു വാക്ക് മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ കിർക്കിനെ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ എന്ന് നമുക്ക് ഒരു സംശയം വരാം. കിർക്കിൻ്റെ തന്നെ ന്യായപ്രകാരം കിർക്ക് എന്ന മനുഷ്യന് വെടിയേറ്റു എന്ന വാർത്ത കേട്ടാൽ നമുക്ക് എമ്പതി തോന്നേണ്ട കാര്യമില്ല. കാരണം പുള്ളി പറയുന്നത് എമ്പതി ഒന്നുമല്ല എന്നാണല്ലോ. പക്ഷെ അങ്ങനെ ഒന്നും നമുക്ക് തോന്നിയില്ലെങ്കിൽ നമ്മളും കിർക്കിൻ്റെ അതേ നിലവാരത്തിലാവും. മാത്രമല്ല കിർക്കിൻ്റെ വാദം ശരിയുമാവും. അങ്ങനെ അദ്ദേഹം ശരിയാവണ്ട. ചുരുക്കി പറഞ്ഞാൽ ആശയങ്ങൾ എന്തുമാകട്ടെ, പ്രത്യേകിച്ചും ഈ കിർക്കിൻ്റെ പോലുള്ള റൈറ്റ് വിങ് ആശയങ്ങൾ, അത് എല്ലാ കാലത്തും മനുഷ്യരാശിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതോടൊപ്പം അതിനെതിരെയുള്ള ആശയങ്ങളും സജീവമായിരിക്കും. ആർക്കും പരസ്പരം കൊന്നു തീർക്കാൻ കഴിയില്ല. സഹിഷ്ണുത പുലർത്തി സഹവർത്തിത്വത്തോടെ പോകാൻ മാത്രമേ പറ്റൂ എന്നാണ് ഇതുവരെയുള്ള മനുഷ്യ ചരിത്രം പറയുന്നത്. കിർക്കിനെ പോലുള്ളവരുടെ ആശയങ്ങളെ പ്രോഗ്രസീവായ ആശയങ്ങൾ കൊണ്ട് പ്രതിരോധിക്കണം. അങ്ങനെ പ്രതിരോധിച്ച് താൽക്കാലികമായി
സമൂഹത്തിൽ മുൻതൂക്കം നേടുന്ന ആശയമാണ് ഈ ലിബറലിസവും ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സും ഒക്കെ. എന്നാൽ ഈ അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇത് താൽക്കാലികമായി മാത്രമേ റൈറ്റ് വിങ്ങിനെ മുൻതൂക്കം നേടാൻ കഴിയൂ എന്നുള്ളൊരു തോട്ട് ഈ ലെഫ്റ്റ് വിങ്ങിനും ലിബറൽസിനും വേണം. അത് പക്ഷേ അവർക്കില്ല. അവർ ചിന്തിക്കുന്നില്ല മനുഷ്യരുടെ ഇൻബിൽറ്റ് ടെൻഡൻസി എന്ന് പറയുന്നത് റൈറ്റ് വിങ്ങിലേക്ക് ചായാനാണ് എന്ന ജാഗ്രത അവർ ഒരിക്കലും പുലർത്താറില്ല. അന്ധമായ അമേരിക്കൻ വിരോധം കൊണ്ടും വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റ് ഭീകരതയുമായി കൈകോർക്കാനുള്ള മടിയില്ലായ്മ. അപ്പോൾ പിന്നെ കിർക്കിനെ പോലുള്ളവരെ ശക്തരാക്കുന്ന ഉത്തേജക ഔഷധം ഏതാണ് എന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി തപ്പേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യയെ തന്നെ നോക്കിയാൽ മതി. മതേതരത്വം എന്ന ലിബറൽ ലെഫ്റ്റ് വിങ് ആശയത്തിനായിരുന്നു ഇന്ത്യയിൽ നല്ല മുൻതൂക്കം. എന്നാൽ അതിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വെള്ളം ചേർത്ത് നന്നായി ചൂടാക്കിയപ്പോൾ അതിലെ മതേതരത്വത്തിലെ ഇതരത്വം ആവിയായിപ്പോയി. മതം മാത്രം ബാക്കിയായി. ഇപ്പോൾ ഇഷ്ടം പോലെ മതമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതത്തിൻ്റെ വൈറസും മതത്തിൻ്റെ വേവ്സും മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത ഒരു വിഷയവുമായി അടുത്ത് തന്നെ കാണാം. നന്ദി, നമസ്കാരം.